നിങ്ങളുടെ ഫേവറേറ്റ് ഷോസ് ഇനി ഒരിക്കലും മിസ്സാവില്ല. ഇപ്പോൾ C5 കാണും നിങ്ങളുടെ ഫേവറേറ്റ് ഷോസ് തികച്ചും സൗജന്യമായി. ഇവിടെ ഒരുക്കങ്ങളൊക്കെ നടക്കട്ടെ, അപ്പോഴേക്കും നമുക്ക് ഇങ്ങെത്താം. എന്നാ പിന്നെ ഇറങ്ങാം. അച്ഛാ കുഞ്ഞിനിങ്ങത്താ, ഞാൻ എടുത്തോളാം. ഓ ഓ ഓ എന്താണ് എന്താണ് മോളെ? ഓ ഓ ഓ ഓ പൂജിക്കാൻ കൊണ്ടു കൊടുത്തപ്പം ആവടിമുള്ള കാര്യം ഞങ്ങളങ്ങ് മറന്നുപോയി. അതിന്റെ പേരിൽ ഇന്നലെ എന്തെല്ലാം പ്രശ്നങ്ങളായിരുന്നു. എന്നാ പിന്നെ ഇതിലൊരെണ്ണം അവക്ക് കൊടുത്താ പോരായിരുന്നോ? അതെങ്ങനെയാടി? ആ ലോക്കറ്റ് രണ്ട് പിള്ളേർക്ക് വേണ്ടി പൂജിച്ചതല്ലേ. അവളുടെ പേരുന്നാളും കൊടുത്ത് വേറൊരെണ്ണം പറഞ്ഞിട്ടുണ്ട്. അമ്മേ, ഞങ്ങൾ എന്നാ പോയിട്ട് വരാം. അമ്മ അടുക്കളയിലേക്ക് ചെല്ലേ. അവിടുത്തെ കാര്യങ്ങളൊക്കെ ഒന്ന് ശ്രദ്ധിച്ചോളാം. പുതിയതോ ജോലിക്കാരൊക്കെ വന്നിട്ടുണ്ട്. എന്താവോ എന്തോ. അതൊക്കെ ഞാൻ നോക്കിക്കോളാം. നിങ്ങൾ പോയിട്ട് വാ. പോട്ടെ മോളൂ. മോൾ എങ്ങോട്ട് പോവുക? അമ്പലത്തിൽ പോവുകയാണോ? നോക്കുമോളെ, ഇവളുടെ ചിരി കണ്ടോ? അവളെപ്പോഴും ഇങ്ങനെയാ, എല്ലാവരെയും ചിരിച്ചു മയക്കാന്നാ ഇവളുടെ വിചാരം. കുഞ്ഞുനാളിൽ നീയും ഇങ്ങനെയൊക്കെ തന്നെ ആയിരുന്നു. ആരും ഒന്നെടുത്താലും കരയില്ല, ചിരിച്ചുകൊണ്ടേയിരിക്കും. അത് പിന്നെ പെൺകുട്ടികൾക്ക് അമ്മമാരുടെ സ്വഭാവമല്ലേ കിട്ടും. അതെങ്ങനെ പറയാൻ പറ്റും? പെൺകുട്ടികൾക്ക് ഏറ്റവും ഇഷ്ടം അവരുടെ അച്ഛന്മാരോടാ. തന്റെ കാര്യം തന്നെ നോക്ക്. തനിക്ക് തന്റെ അമ്മയെക്കാൾ ഇഷ്ടം കൂടുതൽ അച്ഛനോടല്ലേ? ആര് പറഞ്ഞു? അയ്യടാ, ഒരു കണ്ടുപിടുത്തായിട്ട് വന്നിരിക്കുന്നു. എന്താ ശരിയല്ലേ? മോൻ പറഞ്ഞതാ ശരി. കണ്ടോ, പെൺകുട്ടികളുടെ ഇഷ്ടത്തിനും താളത്തിനും അനുസരിച്ച് നിൽക്കുന്നത് അച്ഛന്മാർ തന്നെയാ. പെൺമക്കളെ സ്നേഹിക്കുമ്പോ അമ്മമാരുടെ കയ്യിൽ എപ്പോഴും ഒരു വടിയുണ്ടാവും. അതുകൊണ്ട് തന്നെ എപ്പോഴും അവർ ഓടി വന്ന് നിൽക്കുന്നത് അച്ഛന്റെ സ്നേഹത്തിന്റെ തണലില്ല. ഇത് കൊള്ളാലോ, അമ്മായിയച്ഛനും മരുമോനും കൂടി അങ്ങ് ഒത്തുചേർന്നല്ലോ. എന്റെ മോളെ എങ്ങനെ വളർത്തണോന്ന് എനിക്കറിയാം. പിന്നെ എന്ന് പറഞ്ഞ ഒരുപാട് കുഞ്ഞുങ്ങളെ വളർത്തി പരിചയമുള്ളതല്ലേ. അങ്ങനെ പരിചയമൊന്നും വേണ്ട. എന്നെ വളർത്തുമ്പോ എത്ര മക്കളെ വളർത്തി പരിചയം ഉണ്ടായിരുന്നു അച്ഛനും അമ്മയ്ക്കും? അത് കറക്റ്റ്. ഏത് കറക്റ്റ്? ഏതെങ്കിലും ഒരു ഭാഗത്ത് നിൽക്ക സച്ചേട്ടാ. ഇവളെ വളർത്താൻ എനിക്ക് ഒരു വടിയെടുക്കേണ്ട കാര്യമില്ല. എന്റെ കുഞ്ഞിന് ഞാൻ പറഞ്ഞാൽ മനസ്സിലാവും. ഇതേ നിങ്ങളുടെ രണ്ടുപേരുടെയും കൂടി കുഞ്ഞാ, അല്ലാതെ നിന്റെ കുഞ്ഞെന്ന് മാത്രം പറയല്ലേ മോളെ. കേട്ടോ, നീ നോക്കിക്കോ, വളർന്നു വരുമ്പോ ഇവൾ അച്ഛന്റെ മോള് തന്നെയായിരിക്കും. അതിലെന്താ സംശയം? വളരുമ്പോ മാത്രമല്ല, ഇപ്പോഴും ഇവൾ എന്റെ മോള് തന്നെയാ. അതെ, ഇങ്ങനെ സംസാരിച്ചു തന്നാ മതിയോ? അമ്പലത്തിൽ പോണ്ടേ? പോകുന്നതൊക്കെ കൊള്ളാം, ചടങ്ങിന് മുമ്പേ എത്തണം, അത് ഓർമ്മ വേണം. ഇവിടെ ഒരുക്കങ്ങളൊക്കെ നടക്കട്ടെ, അപ്പോഴേക്കും നമുക്ക് ഇങ്ങെത്താം. എന്നാ പിന്നെ ഇറങ്ങാം. അച്ഛാ കുഞ്ഞിനിങ്ങത്താ, ഞാൻ എടുത്തോളാം. ഓ ഓ ഓ എന്താണ് എന്താണ് മോളെ? ഓ ഓ ഓ ഓ ഓ ഓ ഓ ഓ നമുക്ക് അമ്പലത്തിൽ പോണ്ടേ? മോൻ ശരിക്കും ഇപ്പൊ ഒരു അച്ഛനായി. മോളെ, മോളിവിടെ എന്തെടുക്കായിരുന്നു? ഞാൻ വെറുതെ. മനസ്സിലായി, ആ മാല നോക്കുമായിരുന്നു അല്ലേ? ആവണിമോളെ,
ഇതുപോലെ വേറൊരു മാല മോൾക്ക് കൊണ്ടുതരാമെന്ന് അച്ഛൻ പറഞ്ഞതല്ലേ? പിന്നെന്തിനാ മോള് വിഷമിക്കുന്നത്? സാരല്ല മാഷെ, കുട്ടികളല്ലേ. ഒരു കാര്യം ആഗ്രഹിച്ചു പോയാ പിന്നെ എപ്പോഴും മനസ്സിലത് തന്നെയായിരിക്കും വിചാരം. വാ മോളെ. പ്ലേറ്റും പാത്രങ്ങളൊക്കെ നന്നായിട്ട് കഴുകണം. എല്ലാത്തിനും നല്ല പൊടിയുണ്ട്. അതൊക്കെ ഞങ്ങൾ നോക്കിക്കോളാം. നീ അകത്തെ കാര്യം നോക്കിയാ മതി. ഓ, മേരി, പറഞ്ഞതൊക്കെ നിനക്ക് ഓർമ്മയുണ്ടല്ലോ? എനിക്കെല്ലാം ഓർമ്മയുണ്ട്. ആദ്യമായിട്ടല്ലല്ലോ മാഡം ഒരു കാര്യം ഏൽപ്പിക്കുന്നത്. ഇതുവരെ ഏറ്റതെല്ലാം ഞാൻ കൃത്യമായിട്ട് ചെയ്തു തന്നിട്ടില്ലേ? പിന്നെ മാഡത്തിന് എന്തൊരു സംശയം? സംശയമല്ല, എന്റെ പേടിയോണ്ട് ചോദിച്ചതാ. ആ കുഞ്ഞിനെ ഇല്ലാതാക്കാൻ ഞാൻ ഒരുപാട് തവണ ശ്രമിച്ചതാ, പക്ഷെ സാധിച്ചില്ല. അത് വീണ്ടും ഇവിടെ തന്നെ വന്നു. ഇത്തവണ പാളി പോവരുത്. ഒന്നല്ല, രണ്ടും തീർന്നിരിക്കണം. ഞാൻ എന്ത് ചെയ്യണമെന്ന് മാഡം പറഞ്ഞാ മതി, അതുപോലെ ചെയ്തിരിക്കും. ചെയ്യാനുള്ള ജോലി തീർത്തു കഴിഞ്ഞാ എത്രയും പെട്ടെന്ന് നീ ഇവിടുന്ന് പൊയ്ക്കോണം. മനസ്സിലായോ? മറ്റാർക്കും ഒരു സംശയവും തോന്നരുത്. അതൊക്കെ ഞാൻ ഏറ്റു. എന്തൊക്കെയാ ഇവിടുത്തെ ചടങ്ങുകള്? അതൊക്കെ ഞാൻ വിശദമായിട്ട് പറഞ്ഞുതരാം. ആദ്യം കുഞ്ഞുങ്ങൾക്ക് നെയ്യ് ഒഴിച്ച് ചോറ് പൂജിച്ചത് കൊടുക്കും. അത് കഴിഞ്ഞ് ഭഗവാന് നിവേദിച്ച പായസം. ആ പായസത്തിൽ വേണം നീ വിഷം ചേർക്കാൻ. അല്ലെങ്കിലും വിഷം ചേർക്കാൻ പറ്റിയത് പായസം തന്നെയാ. സാധനം എവിടെ? അതൊക്കെ എൻ്റെ ഭദ്രമായിട്ടുണ്ട്. സമയമാകുമ്പോ ഞാൻ നിന്നെ ഏൽപ്പിക്കാം. നമ്മൾ തമ്മിൽ സംസാരിക്കുന്നത് അധികാരം ശ്രദ്ധിക്കണ്ട. ഞാൻ പിന്നെ വരാം. ശരി മാഡം. ഡൗൺലോഡ് ചെയ്യൂ C5 ആപ്പ്. കാണൂ എല്ലാ എപ്പിസോഡുകളും സൗജന്യമായി.